Finding square root by long division method. Hi all, ഇന്നത്തെ വീഡിയോ നമുക്ക് സ്ക്വയർ റൂട്ട് ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. First question, find the square root of 441. Find the square root of 441. 441 long division method യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ 441നെ നമ്പറിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് റൈറ്റ് ടു ലെഫ്റ്റ് ഗ്രൂപ്പ് ചെയ്യാം. റൈറ്റ് ടു ലെഫ്റ്റ് ഗ്രൂപ്പ് ചെയ്യാം. നമ്പറിന്റെ റൈറ്റ് ടു ലെഫ്റ്റ് രണ്ടെണ്ണം വീതം ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ 441നെ റൈറ്റ് ടു ലെഫ്റ്റ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 41. സെക്കൻഡ് ഗ്രൂപ്പ് വരുമ്പോൾ ഇവിടെ സിംഗിൾ ഡിജിറ്റ് ആണ്, 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായിട്ട് തന്നെ എടുക്കാം. 4 എന്നുള്ളത് ഒരു ഗ്രൂപ്പ്, 41 എന്നുള്ളത് അടുത്ത ഗ്രൂപ്പ് ആയിരിക്കും. ഈ ഗ്രൂപ്പ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് എന്ന് കാണിക്കുന്നത് ബാർ യൂസ് ചെയ്തായിരിക്കും. 441നെ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുക, നമ്പറിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇടേണ്ടത് ബാറാണ്. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് വരുന്ന ഗ്രൂപ്പ്, അതായത് 4 മാത്രമുള്ള ഗ്രൂപ്പാണ് ഫസ്റ്റ് വരുന്ന ഗ്രൂപ്പ്. 441നെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 2 ഗ്രൂപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത് 4 മാത്രമാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ഏതാണോ അതിനടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാന്ന് നോക്കുക. ആ നമ്പറോ ആ നമ്പറിന്റെ അടുത്ത് വരുന്നതോ ആയ പെർഫെക്റ്റ് സ്ക്വയർ ഏതാന്ന് നോക്കുക. അപ്പൊ ആ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലെങ്കിൽ ആ നമ്പറിന് അടുത്ത് വരുന്ന നമ്പർ ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ നോക്കുക. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 ആണ്. 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എന്താണ്? 2 2s are 4 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 2 എന്നിടുക. 2 2s are 4 വന്നു. സാധാരണ ഡിവിഷൻ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യുകയല്ലേ. 4 - 4 0. അടുത്ത ഗ്രൂപ്പ് ഇറക്കി എഴുതുക. അടുത്ത ഗ്രൂപ്പ് ഇറക്കി എഴുതുമ്പോൾ എന്താണ്? അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് 41 ആണ്. അപ്പൊ അത് അതേപടി ഇറക്കി എഴുതാം. നെക്സ്റ്റ് ഇവിടെ എഴുതേണ്ട നമ്പർ എന്ന് പറയുന്നത് ഇതിന്റെ ഡബിളാണ്. അതായത് 2 + 2. 2 + 2 എത്രയാണ്? 4 വരും. ഈ നമ്പർ ഏതാണോ അതിന്റെ ഡബിൾ. 2 + ഇവിടെ നമ്പർ 2 ആണ്. അപ്പൊ അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 2 + 2 4. 4 ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ഡാഷ്. ഇവിടെ വരുന്ന നമ്പർ ഏതാണെന്ന് വെച്ചാൽ ഇപ്പം 4 ഇവിടെ ഏതോ ഒരു നമ്പർ വന്നു. ആ നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 41 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 0 ഇട്ട് കൊടുക്കാം. 40 × 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് വേണ്ടിയത് എന്താണ്? 41 ആണ്. അപ്പൊ അതല്ല. നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. 41 × 1 നോക്കുമ്പോൾ എത്ര വരും? 41 × 1 നോക്കുമ്പോൾ എത്ര വരും? 41 തന്നെ. അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ നമ്പർ. അപ്പൊ ഇവിടെ വരുന്ന നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെയും 1 ആയിരിക്കും. 41 1 × 41 എന്ന് പറയുന്നത് 41. 41 എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതാം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇത് സബ്ട്രാക്ട് ചെയ്യണം. 41 - 41 0 വരും. 0 വരുന്നിടം വരെ സബ്ട്രാക്ട് ചെയ്യാം. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്ത് കിട്ടുന്നത് 0 ആയിരിക്കും. റിമൈൻഡർ കിട്ടുന്നത് 0 ആയിരിക്കും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ക്വോഷ്യന്റ് ആയിരിക്കും, അതായത് 21 ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് 441 എന്നുള്ളത് 21. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 1764. 1764 1764ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഗ്രൂപ്പ് ചെയ്യുക. റൈറ്റ് ടു ലെഫ്റ്റ് ഗ്രൂപ്പ് ചെയ്യുക. രണ്ടെണ്ണം വീതം ഗ്രൂപ്പ് ചെയ്യുക. രണ്ടെണ്ണം വീതം ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്താണ്? 64 എന്നുള്ളത് ഒരു ഗ്രൂപ്പ്, 17 എന്നുള്ളത് ഒരു ഗ്രൂപ്പ് എന്ന് വന്നു. ഇവിടുത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 17 ആണ്. 17 അടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കാം. 17 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ 17 അടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കാം. 3 സ്ക്വയർ എന്നുള്ളത് 9 ആണ്. 4 സ്ക്വയർ എന്നുള്ളത് 16 ആണ്. 5 സ്ക്വയർ എന്നുള്ളത് 25 ആണ്. 17 അടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 16 ഉം 25 ആണ്. 17 എന്നുള്ളത് ഇൻ ബിറ്റ്വീൻ 16 and 25 ആണ്. അപ്പൊ 17നേക്കാളും കുറവുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കേണ്ട നമ്പർ 16 ആണ്. 4 4s ആണ് 16. അപ്പൊ 4 എന്നുള്ളത് ഇവിടെയും എഴുതുക. 4 4s are 16. എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 17 - 16 1. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് അതേപടി എഴുതാൻ എന്താണ്? 164 ആണ്.
ഇനി ഇവിടെ എഴുതുന്ന നമ്പർ ഏതാണ്? ഇവിടെ എഴുതിയ നമ്പർ ഏതാണോ അതിൻ്റെ ഡബിൾ. ഇവിടെ 4 ആണ്, 4ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 4 + 4 8. അപ്പോൾ ഇവിടെ 8 ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ വരുന്ന നമ്പർ ഏതാണ്? 8 × 0 എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് കിട്ടേണ്ട നമ്പർ 164. ഇവിടെ വരുന്ന നമ്പർ ഏതാണോ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 164. അത് ഏത് നമ്പറാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് 1 ഇടാം. 81 × 1 എന്ന് പറയുന്നത് എന്താണ്? 81 ആണ്. അത് പോസിബിൾ അല്ല. നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2. 82 × 2 എന്ന് പറയുമ്പോൾ 4. 8 × 2 16. അപ്പോൾ 82 × 2 എന്ന് പറയുന്നതാണ് 164. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഏതാണ്? 2 ആയിരിക്കും. ഇവിടെയും 2 ആയിരിക്കും. 2 × 82 എന്ന് പറഞ്ഞാൽ 164 ആണ്. ദെൻ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 0 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1764 എന്നുള്ളത് 42 ആയിരിക്കും. ഇവിടെ കിട്ടിയ ക്വോഷ്യന്റ് ആണ് നമ്മുടെ സ്ക്വയർ റൂട്ട് വാല്യൂ എന്ന് പറയുന്നത്, അതായത് 42. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 4225. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 4225. ഫസ്റ്റ് എന്താണ്? റൈറ്റ് ടു ലെഫ്റ്റ് ഗ്രൂപ്പ് ചെയ്യണം. റൈറ്റ് ടു ലെഫ്റ്റ് ഗ്രൂപ്പ് ചെയ്യണം. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 42 ആണ്. 42ന് അടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 5 5s are 25 ആണ്. 6 6s are 36 ആണ്. 7 7s are 49 ആണ്. 42 എന്നുള്ളത് ഇൻ ബിറ്റ്വീൻ 36 ആൻഡ് 49 ആണ്. ഇൻ ബിറ്റ്വീൻ 36 ആൻഡ് 49 ആണ്. 42ന് അടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 36ഉം 49ഉം ആയിരിക്കും. 42നേക്കാളും സ്മോളർ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ നമുക്ക് എടുക്കേണ്ട വാല്യൂ ഏതാണ്? 6 ആണ്. 6 6 are 36. ഇതാണ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യണം. 42 - 36 6. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഗ്രൂപ്പ് താഴോട്ട് എഴുതണം. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 25 ആണ്. അപ്പോൾ 625 എന്ന് വന്നു. ഇവിടെ വരുന്ന നമ്പർ ഏതാണ്? ഇവിടെ ഏത് നമ്പർ ആണോ അതിൻ്റെ ഡബിൾ ആണ്. ഇവിടുത്തെ നമ്പർ 6 എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 6 + 6 12. ഇവിടുത്തെ 1 പ്ലേസ് വരുന്ന നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് കിട്ടേണ്ട വാല്യൂ 625 ആണ്. അപ്പോൾ ഈ യൂണിറ്റ് പ്ലേസ് വരുന്ന ഏത് വാല്യൂ ആണോ ആ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 625. 120 × 0 ചെയ്താൽ നമുക്ക് 0 ആണ്, അതല്ല. ദെൻ 121 × 1 ചെയ്യുമ്പോൾ 121 ആണ്. നമുക്ക് കിട്ടേണ്ടത് 625 ആണ്. എൻഡ് ചെയ്യുന്നത് 5ലാണ്. 125 × 5 ചെയ്യും. 5 × 5 ചെയ്യുമ്പോൾ 625 വരും. 125 × 5 ചെയ്യുമ്പോൾ നമുക്ക് 625 വരും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 5 ആയിരിക്കും. 625. ആൻസർ 65. സ്ക്വയർ റൂട്ട് ഓഫ് 4225 എന്ന് പറയുന്നത് 65 ആയിരിക്കും. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തേഡുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഓൾ.